പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തിന് വേണ്ടി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ദാസനും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രിയിലും അപ്പോസ്തല പ്രവൃത്തികൾ എന്നുള്ള പുസ്തകത്തെ ആസ്പദമാക്കി നാം പഠിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് കർത്താവിന്റെ ദാസനെ ശക്തമായി ഉപയോഗിപ്പാൻ ഇത് ഇപ്പോൾ ലൈവിലുള്ള കേൾക്കുന്നവർ, പിന്നീട് ഇത് കേൾക്കുന്നവർ എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹമേറെ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം കർത്താവയുടെ മുജുവപ്പന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവവചനം പഠിക്കുവാനായിട്ട് കർത്താവെ വളരെ ശ്രദ്ധയോടെ അവരോട് കടന്നു വന്നിരിക്കുന്ന തന്നെ ജനത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാണമേ. ഞങ്ങളുടെ അഭിഷേകത്തിനെ ദൈവം ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ, ഹല്ലേലൂയ, മാറ്റമില്ലാത്ത വചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കണ ദാസനോട് ദൈവത്തിന്റെ കൃപ കൂടി ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ ദാസനെ ദൈവം ബലപ്പെടുത്തുമാറാണമേ, കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവ് ശുശ്രൂഷ മണ്ഡലങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാണമേ. എല്ലാ മണ്ഡലങ്ങളിലും കർത്താവ് ജയത്തോടെ നടത്തുമാറാകണമേ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൂടി കർത്താവെ കർത്താവെ സമയത്ത് ജോയിൻ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായ സ്തോത്രം ചെയ്യുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കുടുംബങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്ത് ലീഡിയാൻ ഞങ്ങളുടെ അഭിഷേകത്തിനെയും ദൈവകരങ്ങൾ എടുക്കുന്നതിനായ സ്തോത്രം. ഇന്ന് രാത്രികാലം ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാണമേ. വചനം വായിക്കുന്നവരും വായിച്ചു കേൾപ്പിക്കുന്നവരും അനുസരിക്കുന്നവരും എല്ലാം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാണ്. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തെയും കീഴിൽ ഞങ്ങളെ ഇരുത്തുമാറാകണം. മാനവും മഹത്വവും എന്റെ കർത്താവ് മാത്രം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ സാദ് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകാൽ പ്രിയ പാസ്റ്റർ എല്ലാവരും ജേക്കബ്, പാസ്റ്റർ ഷാജി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹവന്ദനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. പ്രൈസ് ദി ലോർഡ്. അതിന് പ്രത്യേകതയൊന്നുമില്ല, എന്നാലും ഇത്രയും ക്ലാസ്സുകൾ എടുക്കുവാനും പഠിക്കുവാനും മുമ്പേറുവാനും കർത്താവ് സഹായിച്ചല്ലോ എന്നോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ വിഷയം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ അധ്യായം 3 ഭാഗമായിട്ട് നമ്മൾ വിഭജിച്ചു. അതിലെ ആദ്യത്തെ ഭാഗം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ശൗലിൻ്റെ മാനസാന്തരം, ശൗലിൻ്റെ സ്നാനം, ശൗലിൻ്റെ പരിശുദ്ധാത്മാഭിഷേകം, ശൗലിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം, യെരുശലേമിലുള്ള സഭയിലേക്കുള്ള തൻ്റെ യാത്ര, ഡമാസ്കസിൽ യേശുക്രിസ്തുവിനെ ശക്തിയായിട്ട് പ്രസംഗിക്കുന്ന സംഭവങ്ങൾ, അതിനുശേഷമായിട്ട് യഹൂദന്മാരെ തന്നെ കൊലപ്പെടുത്തുവാൻ പ്ലാനിട്ടപ്പോൾ അവിടുത്തെ സഹോദരന്മാരെ എല്ലാവരും ഇത് മ്യൂട്ട് ചെയ്യണം എന്ന് ഇവിടെ അപേക്ഷിക്കുന്നു. സഹോദരന്മാരെ തന്നെ അവിടുന്ന് കൊണ്ടുവന്ന് സെസറിയായിൽ നിന്ന് കൊണ്ടുവന്ന് തൻ്റെ സ്വദേശമായ ടാർസസിലേക്ക് പോകുന്നതായിട്ടുള്ള ഭാഗമാണ് ആദ്യത്തെ 30 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. 31-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക വിഷയം എടുത്തു കാണിക്കുകയാണ്. ഈ സഭ ഇത്രയും നാളത്തെ ഈ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും പ്രോസിക്യൂഷൻ്റെയും നടുവിൽ സഭയ്ക്ക് ഒരു സമാധാനം ഉണ്ടായതായിട്ട് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുകയാണ്. അതിനുശേഷമുള്ള ഭാഗം, ഈ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ഇപ്പോൾ ശൗല് തൻ്റെ സ്വദേശത്തേക്ക് പോയി താമസിക്കുന്ന സമയത്ത്, താൻ ദൈവനിയോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് വീണ്ടും ലൂക്കോസ് തൻ്റെ ശ്രദ്ധ അപ്പോസ്തലനായ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. പത്രോസ് ആ പ്രദേശങ്ങൾ മുഴുവനും യാത്ര ചെയ്തു. മുഴുവനും പ്രദേശം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് താനെ യെരുശലേമിലും യഹൂദിയായാലും ശമറിയായാലും ആ പ്രദേശങ്ങളിലെല്ലാം യാത്ര ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ താൻ യോപ്പയിൽ വരികയും അവിടെ നടന്ന 2 സംഭവങ്ങളെക്കുറിച്ച്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 2 അത്ഭുതങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുകയും അതിനുശേഷമായിട്ട് 10-ാം അധ്യായത്തിലേക്ക് കൊർന്നല്യോസ് എന്ന് പറയുന്ന പുറജാതിക്കാരൻ കുടുംബമായിട്ട് രക്ഷിക്കപ്പെടുന്ന ആ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വിഷയം മാത്രം എടുക്കുകയും അതിനുശേഷമായിട്ട് ബാക്കിയുള്ള 9-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗവും 10-ാം അധ്യായം നമുക്ക് ഒരുമിച്ച് അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് പഠിക്കാൻ പ്രയത്നിച്ചു. വീണ്ടും 11-ാം അധ്യായമാകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ശൗലിനെ കാണുവാനും തൻ്റെ പ്രവർത്തനം തുടരുന്നത് കാണുവാനും നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. മുഖവരെയായിട്ട് 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, ഈ അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് എഴുതുമ്പോൾ അതിൻ്റെ മുഖവരയിൽ തന്നെ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് താൻ എഴുതിയിട്ടുണ്ട്. അതാണ് ഇവിടെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഒന്നൊന്ന് വായിക്കാം. The former account I made, O Theophilus, of all that Jesus began both to do and teach. ഫോർമർ അക്കൗണ്ട് എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം. ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് എഴുതിയ ആ അക്കൗണ്ട് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എഴുതി. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പറയുന്നു, after he was taken, after through the Holy Spirit, how he had given commandments to the apostles whom he had chosen. ഈ തൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെട്ടതിന് ശേഷം താൻ പറയുകയാണ്, എടുക്കപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവിൽ കൂടി എങ്ങനെ കർത്താവ് ആരംഭിച്ച പ്രവൃത്തി താൻ അത് തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടി എഴുതി താൻ നമ്മളെ കാണിക്കുന്നതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് താൻ പറയുകയാണ്. ഇത് തിയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബോധന ചെയ്തുകൊണ്ട് എഴുതുകയാണ്. എനിക്ക് തോന്നുന്നത് തിയോഫിലോസ് ഒരു റോമൻ പൗരനായി, വിശ്വാസിയായ ഒരു റോമൻ പൗരനായി നല്ലൊരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ചരിത്രത്തിൻ്റെ പല ഭാഗങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ തിയോഫിലോസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും നമ്മളെ കേൾക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളെ ഓർമ്മയ്ക്കായിട്ട് വീണ്ടും ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, കർത്താവായ യേശു പരിശുദ്ധാത്മാവിൽ കൂടി അപ്പോസ്തലന്മാരുടെയും വിശ്വാസികളുടെയും ഇടയിൽ ചെയ്യിപ്പിച്ച കാര്യങ്ങളാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ആരംഭിച്ച പ്രവർത്തനം അത് നിന്നു പോയിട്ടില്ല. താൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തപ്പോൾ അത് നിന്നു പോയിട്ടില്ല. അത് കണ്ടിന്യൂ ചെയ്യുന്നു, അത് തുടരുന്നു. അത് എങ്ങനെയാണ് തുടർന്നത്, എങ്ങനെയാണ് അത് പോകുന്നതെന്ന് ഈ 2-ാമത്തെ പുസ്തകത്തിൽ കൂടി ലൂക്കോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ വിഷയം തന്നെ ലൂക്കോസിൻ്റെ പ്രധാന വിഷയങ്ങൾ, ഈ എഴുതിൻ്റെ പ്രധാന വിഷയങ്ങൾ, ഒന്ന്, കർത്താവ് തന്നെ തൻ്റെ പ്രവർത്തനം തുടരുന്നു. പരിശുദ്ധാത്മാവിൽ കൂടിയാണെങ്കിലും താൻ തന്നെയാണ് ഇതിൻ്റെ ചുമതല വഹിച്ച്, ഈ സഭയുടെ ചുമതല വഹിച്ച് ആ പ്രവർത്തനം നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിൽ കൂടാണ് ഈ യുഗത്തിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് താൻ കാണിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, സഭ അനവിധമായ കഷ്ടതകൾ കൂടി കടന്നു പോകുന്ന ഒരു കാര്യമാണ് സഭ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 3-ാമത്തെ വിഷയത്തിൽ ഇങ്ങനെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെയും ഉണ്ടെങ്കിലും ജയോത്സവമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സഭ. ഈ 3 കാര്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ കൂടി നമുക്ക് കാണാൻ. അതിൻ്റെ ഒരു ഭാഗം. വേറൊരു ഭാഗം ലൂക്കോസ് കാണിക്കുന്നത് യെരുശലേമിൽ തുടങ്ങിയ സഭ യഹൂദിയായാലും ശമറിയായാലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം ആയി എന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടി താൻ കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കർത്താവ് അപ്പോസ്തലന്മാർക്കും വിശ്വാസികൾക്കും അന്ന് കൊടുത്ത ആ മാൻഡേറ്റ്, കൽപ്പന, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവിൻ, യെരുശലേമിലും യഹൂദ്യയിലും ശമറിയയിലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവിൻ എന്ന് പറഞ്ഞ ആ കൽപ്പന എങ്ങനെ ആദ്യ നൂറ്റാണ്ടിലെ സഭ അതിനെ റെസ്പോണ്ട് ചെയ്തു, അതിനുവേണ്ടി ആ കാര്യങ്ങൾ ചെയ്യാൻ അവരെങ്ങനെ താല്പര്യപ്പെട്ടു, അവരെങ്ങനെ ചെയ്തു,
എന്നും കൂടെ താൻ കാണിക്കാൻ. അങ്ങനെ 4 വിഷയങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒരു സമ്മറിയായിട്ട് പറഞ്ഞാൽ നമുക്ക് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്കാണ്ടി ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. നമുക്ക് ഇന്ന് രാത്രി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ബിൻസി സിസ്റ്റർ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന് 31-ാം വാക്യം വായിച്ചാൽ ഞാനിവിടെ അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രധാനമായ ഒരു വിഷയം ഇന്ന് രാത്രി നമ്മൾ കേൾക്കേണ്ടത്, അങ്ങനെ യഹൂദ്യ, ഗലീല, ശമറിയ എന്ന ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. സഭ ഒരു കഷ്ടതയിൽ കൂടി, പെർസിക്യൂഷനിൽ കൂടി കടന്നുപോയിക്കൊണ്ട കാര്യങ്ങൾ ശേഷം ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രസ്താവന ചെയ്യുകയാണ്, സഭയ്ക്ക് സമാധാനമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയങ്ങൾ. ഒരു വിഷയം നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർസിക്യൂഷൻ്റെ നടുവിൽ ഉണ്ടായ സമാധാനം. 2 അവിടെ ഇരിക്കുന്നത് അത് ആത്മീക വർധന പ്രാപിക്കുകയും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടക്കുന്ന ഒരു സഭ. പ്രൈസ് ദി ലോർഡ്. ആത്മീയ വർധന പ്രാപിക്കുന്ന ഒരു സഭ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിൽ ജീവിക്കുന്ന ഒരു സഭ എന്ന് കൂടെ ഈ വാക്യം നമ്മൾ കാണുകയാണ്. അതാണ് നമ്മുടെ പിന്നെയുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. അതോടുകൂടി തന്നെ അത് തീരുന്നതിന് മുമ്പ് ലൂക്കോസ് ചൂണ്ടിക്കാണിക്കുന്ന വിഷയം, തൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്, സഭ പെരുകിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കഷ്ടതകളും പെർസിക്യൂഷൻസും പ്രയാസങ്ങളും ദുഃഖങ്ങളും ജയിൽവാസങ്ങളും നശിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സഭ എന്നുള്ളതാണ് ഈ ലൂക്കോസിൻ്റെ ആ എഴുത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ്. അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് ഇതാണ് ഈ 4-5 കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ നമ്മളുടെ ചിന്താവിഷയം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗാഡ്. അപ്പോൾ ആദ്യത്തെ വിഷയം, സഭ ആത്മീക വർധന പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരു പ്രധാന വിവരം ഇവിടെ എഴുതിയിരിക്കുന്നത്, സമാധാനം സഭയിലുണ്ടായി. സമാധാനം ഉണ്ടായപ്പോൾ സമാധാനവും സ്നേഹവുമാണ് ആത്മീയ വർധനയ്ക്കുള്ള 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ 2-3 വേദഭാഗങ്ങൾ നമുക്ക് വായിച്ച് ആ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗാഡ്. ഓക്കെ. ആദ്യമായിട്ട് നമുക്ക് റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം സുജാ സിസ്റ്റർ ഉണ്ടെങ്കിൽ വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. സുജ ഇല്ലെങ്കിൽ ഷേർലി സിസ്റ്റർ ഉണ്ടെങ്കിൽ വായിച്ചാട്ട്. ഓക്കെ. നിങ്ങൾ 2 പേരും ഇല്ലെങ്കിൽ എന്നാ ബിൻസി വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. Therefore let us pursue the things which make peace and the things by which one may edify another. Praise the Lord. ഒരു സഭയിൽ നമ്മൾ എന്താണ് കാംക്ഷിക്കേണ്ടത്, എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ള വിഷയമാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നമ്മുടെ എഡിഫിക്കേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. ഇനി 15-ാം അധ്യായത്തിൻ്റെ റോമാലേഖനം 15-ന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാൽ. നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. We should help others do what is right and build them up in the Lord. ഒരു സഭയുടെ പ്രധാന ഉദ്ദേശം, സഭാ അംഗങ്ങളുടെ പ്രധാന ഉദ്ദേശം മറ്റുള്ളവരെ വിശ്വാസത്തിലൂടെ ആത്മീയ വർധനയിൽ അവരെ വളർത്തുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും 1 കൊരിന്ത്യർ 8-ന്റെ 1-ാം വാക്യം കൊണ്ട് വായിച്ചാട്ടെ. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ആ പെർസിക്യൂഷന് നടുവിൽ ആ സഭയ്ക്കൊരു സമാധാനം ഉണ്ടായി
എന്ന് പറഞ്ഞു. ആ സമാധാനം ഉണ്ടായതിൻ്റെ കൂടെ തന്നെ 2-3 വിഷയങ്ങൾ സംസാരിച്ച് അവരെ ആത്മീയ വർധന ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മീയ വർധന ഉണ്ടായതിൻ്റെ ഒരു വിഷയമാണ് നമ്മൾ സംസാരിച്ച് സമാധാനവും സ്നേഹവും. പ്രൈസ് ദി ലോർഡ്. ഇത് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സഭകളിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും എങ്ങനെയാണ് ഈ സാഹോദര്യ സ്നേഹം നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വർധന, സഭ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ, ആത്മീയ വർധന സഭയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സഭയിൽ സമാധാനം വേണം, സഭയിൽ സ്നേഹം വേണം. ഈ 2 ഘടകങ്ങൾ ഇന്ന് രാത്രി നമ്മളെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ അനേക സഭകൾ, നമ്മളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ഒരേ ആത്മാവിനോട് ബന്ധപ്പെട്ട് ഒരേ ആത്മാവിൽ എൻ്റെ അഭിഷേകം ലഭിച്ച് ഒരേ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിലും നമ്മളുടെ സഭകളിൽ, അനേക സഭകളിൽ സമാധാനമില്ല. ചിലപ്പോൾ നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ, വിശ്വാസികൾ വഴക്ക് പിടിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലെ സഭകളുടെ ഇപ്പോഴത്തെ നിലവാരം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനേക രീതിയിൽ പുറജാതികളുടെ മുമ്പിൽ പോലും യാതൊരു സാക്ഷ്യവുമില്ലാതെ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കലഹമുണ്ടാക്കി കഴിയുന്ന ഒരവസ്ഥയാണ് സഭയുടെ അവസ്ഥ. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുകയും നമ്മൾ ഓർക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. നിങ്ങളൊക്കെയും ഓരോ സഭയിലെ വിശ്വാസികളാണല്ലോ, അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് ആണല്ലോ. സഭയിൽ എങ്ങനെ സമാധാനം പാലിക്കാൻ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. വളരെ അത്യാവശ്യമായ കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സമാധാനം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ സഭയിൽ സമാധാനത്തിന് വേണ്ടി എങ്ങനെ, സമാധാന സഭയിൽ വരുത്തുവാൻ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും? പ്രൈസ് ദി ലോർഡ്. അതിന് ഞാൻ എങ്ങനെ കാരണക്കാരനായിത്തീരും? അത് ഓർക്കണം. അതുപോലെ സ്നേഹം, നിർവാജ്യമായ സ്നേഹം, ആ ഒരു സ്നേഹം കർത്താവിൻ്റെ ആ കാണിച്ച സ്നേഹം പോലെ നമ്മൾ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ സഭയുടെ വളർച്ചയ്ക്ക് സാധ്യമാകത്തുള്ളൂ, ആത്മീയ വളർച്ച. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ വരണം. സഭയുടെ സമാധാനം, സഭയിലെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, സഭയിലെ സമാധാനം, സഭയിലെ സ്നേഹം. അതിനുവേണ്ടി പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നാൽ, നമുക്ക് നമ്മുടെ ആവശ്യങ്ങളല്ല പ്രധാനമായിട്ടുള്ള നമ്മുടെ വിഷയങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി എങ്ങനെ ഞാൻ പ്രവർത്തിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പല കലഹങ്ങളും പല ആവശ്യങ്ങളും മാറിപ്പോവുകയും സഭയിൽ സമാധാനം ഉണ്ടാകുകയും ചെയ്യും. ഇന്ന് രാത്രി ഇത് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ളതും കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് പ്രാപിക്കേണ്ടതായ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സഭകളിൽ സമാധാനമുണ്ടാകണം, നമ്മുടെ സഭ സ്നേഹം കൊണ്ട് നിറയണം. അങ്ങനെ ആകുമ്പോൾ സഭ ആത്മീയ വർധന പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും ഓർക്കേണ്ട ഒരു വിഷയം അതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം കൂടെ നോക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ വേറൊരു വിഷയം, ഈ സഭയ്ക്ക് ഈ സമാധാനം ഉണ്ടാകുന്നതിന് മുമ്പ് സഭ എങ്ങനെ കടന്നു പോകുന്നു എന്നും കൂടെ ഇവിടെ ചില വാക്യങ്ങൾ വായിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സമാധാനത്തിന് മുമ്പ് സഭയിൽ മിക്കവാറും എല്ലാം പെർസിക്യൂഷൻസ് ഉണ്ടായിരുന്നു. പുറത്തു നിന്നുള്ള പെർസിക്യൂഷനാണ്. അകത്തുനിന്ന്, എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും നോർത്തിലൊക്കെയും അനേക സ്ഥലങ്ങളിൽ പുറത്തു നിന്നുള്ള പെർസിക്യൂഷൻസ് ഇപ്പോഴും ഉണ്ട്. എന്നാൽ അകത്തു നിന്നും പെർസിക്യൂഷൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അനേക സഭകളിലെ വിശ്വാസികളെ പാസ്റ്റേഴ്സിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ദുഃഖകരമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികൾ തമ്മിൽ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുന്ന കാര്യം കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ സഭ, ആദ്യ നൂറ്റാണ്ടിലെ സഭയിലെ ആന്തരികമായ ഒരു പെർസിക്യൂഷൻ വളരെ കുറവായിരുന്നു, അവർ തമ്മിലുള്ള കലഹം. എന്നാൽ ഇന്നത്തെ നമ്മുടെ സഭയിൽ നോക്കുകയാണെങ്കിൽ പുറത്തു നിന്നുള്ള പെർസിക്യൂഷനും അകത്തു നിന്നുള്ള പെർസിക്യൂഷൻ, ഇത് രണ്ടും കൊണ്ട് സഭയ്ക്ക് വളരാൻ സാധിക്കാതെ, വളരാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ആത്മീയ വളർച്ച ഇല്ലാതെ
മുരടിച്ച് ഇരിക്കുന്ന അവസ്ഥ പല സഭകളിലുമുണ്ട്. സഭ വർദ്ധിക്കുന്നതിന് പകരം ചുരുങ്ങിപ്പോകുന്നതായ അവസ്ഥ അനേക സഭകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനൊരു വ്യത്യാസം വരുവാൻ ആണ് കർത്താവ് ഇന്ന് രാത്രി ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട വിഷയം. പുറത്തു നിന്നുള്ള ആ പെർസിക്യൂഷൻ കർത്താവ് അതിനെ ഇല്ലാതാക്കും, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ആ പെർസിക്യൂഷൻ്റെ നടുവിലും വളരാനൊരു കൃപ തരും. എന്നാൽ അകത്തു നിന്നുള്ള പെർസിക്യൂഷനാണ് നമ്മളെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ ദൈവ സാന്നിധ്യം ഉണ്ടാകത്തുള്ളൂ, പ്രൈസ് ദി ലോർഡ്. ഇനിയും ആദ്യ നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു കാര്യം, പീഡനത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് വന്ന സഭ, പ്രൈസ് ദി ലോർഡ്. അതിന് ചില വാക്യങ്ങൾ ഞാൻ വായിച്ച് ഈ 9 അധ്യായം വരെയുള്ള 9-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അതുവരെയുള്ള ഭാഗങ്ങൾ വായിച്ച് സഭയുടെ പെർസിക്യൂഷൻ, ആ സമയത്തെ പെർസിക്യൂഷനെ കുറിച്ച് അല്പസമയം നിങ്ങളെ കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സഭയുടെ തുടക്കത്തിന് മുമ്പ് തന്നെ സഭയുടെ സ്ഥാപകനായ കർത്താവായ യേശു ക്രിസ്തു സഭയുടെ ആ പീഡനത്തെക്കുറിച്ച് താൻ മുന്നറിവ് നൽകിയിരുന്നു, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും: നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് ഞാൻ സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. ഒരു സഭയ്ക്ക്, സഭാവിശ്വാസിയായിരിക്കുന്നത് നമുക്ക് സഭയ്ക്കും ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിന് നമ്മളോട് താല്പര്യമില്ല, ലോകത്തിന് നമ്മളെ ഇഷ്ടമില്ല, പ്രൈസ് ദി ലോർഡ്. ലോകത്തിന് നമ്മളോട് താല്പര്യമില്ലാത്തതുകൊണ്ട് എപ്പോഴും ലോകം നമ്മളെ പീഡിപ്പിക്കും. അത് ഈ സഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നമുക്ക് തന്നതാണ്, ഒരു മുന്നറിവ് തന്നതാണ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട്, പീഡനത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു സഭ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് കാണാൻ സാധിക്കും. അത് ആ ഭാഗം നമുക്ക് വായിക്കേണ്ട. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് താൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് നാം വായിക്കുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്. അതിലൊരു ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവരെ ഈ കർത്താവായ യേശു ക്രിസ്തു ക്രൂശമരണം കഴിഞ്ഞ് ഉയർത്ത നാളൊക്കെ ആയിക്കഴിഞ്ഞിട്ടും മുറിയിൽ കതകടച്ച് യൂതന്മാരെ ഭയപ്പെട്ട് ഇരിക്കുന്ന സഭയുടെ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും, പ്രൈസ് ദി ലോർഡ്. പീഡനത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു സഭ, പീഡനത്തിന് മുമ്പേ പീഡനത്തെക്കുറിച്ച് പറഞ്ഞ ഒരു സഭ, പീഡനത്തിന് മധ്യത്തിൽ അതിൽ നിന്ന് രൂപപ്പെട്ട ഒരു സഭ, ചർച്ച് ദാറ്റ് വാസ് ഫോംഡ് ഔട്ട് ഓഫ് പെർസിക്യൂഷൻ. അതുകൂടാതെ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ ഈ 9 അധ്യായം നമ്മൾ പഠിച്ച 9 അധ്യായം വരെ ഉള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അനേക ഭാഗത്ത് ഈ പെർസിക്യൂഷനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ചില ഭാഗങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി. ആദ്യമായിട്ട് നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ചാട്ട്, ബിൻസിയോ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. അവരെ പിടിച്ചു വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. മതി. ഇനി അതിൻ്റെ അതേ അധ്യായത്തിൻ്റെ 17-ാം വാക്യവും 21-ാം വാക്യവും സിസ്റ്റർ വായിച്ചാട്ടെ, സിസ്റ്റർ വായിച്ചാട്ടെ. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണം. 21-ാം വാക്യങ്ങൾ. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായിക കൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. പ്രൈസ് ദി ലോർഡ്. സഭയിലെ ആദ്യത്തെ പെർസിക്യൂഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യകാലങ്ങളിലെ പ്രയാസങ്ങൾ മാറി പെന്തക്കോസ്ത് നാൾ വന്നപ്പോഴത്തേക്ക് സഭ ഒരു സിംഹത്തെ പോലെ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ 3000-ഓളം ആൾക്കാർ അന്ന് തന്നെ സ്നാനപ്പെട്ട് 120 സഭയോട് ചേർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
മുടന്തനെ സൗഖ്യമാക്കി. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നടക്കാൻ കഴിവില്ലാതെ മുടന്തനെ സൗഖ്യമാക്കി. മുടന്തൻ സാക്ഷി പറഞ്ഞ് ഇവരുടെ കൂടെ നടക്കുന്നത് കണ്ടപ്പോൾ ഈ പരീശന്മാർക്കും അതിൻ്റെ ചർച്ചിലെ പ്രമാണികൾക്കും പ്രയാസമുണ്ടായിട്ട് അവരെ ചോദ്യം ചെയ്യുകയും ഇനിയും മേലാൽ ഈ നാമത്തിൽ നിങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞ് അവരെ താക്കീത് ചെയ്ത് വിട്ടു. എന്നാൽ വീണ്ടും അവർ സംസാരിച്ചപ്പോൾ അവരെ വളരെയധികം പിന്നെയും ഫർദർ കമാൻഡഡ് not to speak in this name. അത് ഇനിയും സംസാരിക്കരുതെന്ന് പറഞ്ഞ് തർജ്ജനം ചെയ്ത് അവരെ വിട്ടു. ഇതാണ് പെർസിക്യൂഷൻ്റെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്. ഇനിയും സുജ സിസ്റ്റർ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യമൊന്ന് വായിച്ചാൽ. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിൽ ആക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. മതി. ഇനി വീണ്ടും അതിന് 40-ാം വാക്യം ഒന്ന് വായിച്ചാൽ. 5:40. 5:40. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു അവരെ വിട്ടയച്ചു. മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ ലൂക്കോസ് അപ്പോസ്തലന്മാരുടെ ആ പീഡനത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് കാണാം. 5-ാം അധ്യായത്തേക്ക് വരുമ്പോൾ വീണ്ടുമുള്ള ആ പീഡനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും ഈ സമയങ്ങളെല്ലാം അപ്പോസ്തലന്മാർക്ക് എതിരായിട്ടാണുള്ള പീഡനങ്ങൾ. ഇനി നമുക്ക് 6-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ ബിൻസിയോ ഷെർലിയോ വായിച്ചാൽ. 6-ാം അധ്യായത്തിൻ്റെ 11. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിന് വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി. അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ചു ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി. ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടവിടാതെ സംസാരിച്ചു വരുന്നു. നസറനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയുമെന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും സ്തേഫാനോസിനെതിരായിട്ടുള്ള ഒരു പീഡനം നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതേവരെ അപ്പോസ്തലന്മാർക്ക് എതിരായിട്ടായിരുന്നു പീഡനം. എന്നാൽ ഇപ്പോൾ അത് വേറൊരു ഭാഗത്തേക്കൂടെ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ശക്തിയോടെ സംസാരിക്കുകയാണെങ്കിൽ അവരെ പീഡിപ്പിക്കുക, അവരെ ഇല്ലാതാക്കുക എന്ന ഒരു പുതിയ ഒരു തോന്നൽ. അപ്പോൾ അപ്പോസ്തലന്മാർ മാത്രമായിരുന്നു ആദ്യമേ ഈ കാര്യങ്ങൾ അധികമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച്. എന്നാൽ ഇപ്പോൾ സഭ വളർന്നതോടുകൂടി ഈ ഡീക്കൻസ് ആയിട്ടുള്ള പലരും സംസാരിക്കാൻ തുടങ്ങി, വിശ്വാസികൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ശക്തമായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നവരുടെ മേൽ ഒരു പീഡനം ഇവിടെ വീണ്ടും കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 54 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പീഡനമുണ്ടായി, അവരോട് താക്കീത് കൊടുത്തു, അവരെ വീണ്ടും താക്കീത് കൊടുത്തു, അവരെ ജയിലിലിട്ടു. എന്നാൽ ഈ പ്രാവശ്യം സ്തേഫാനോസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് തനിക്ക് താക്കീത് കൊടുത്തു മാത്രമല്ല, തന്നെ അവരെ പിടിക്കുക മാത്രമല്ല, പിന്നെയോ തന്നെ കൊലപാതകം ചെയ്തു. ആദ്യത്തെ മാർട്ടിറായിട്ട് തന്നെ ഇവിടെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 54 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ ഒരാളൊന്ന് വായിച്ചായിട്ട് നമുക്ക് അതുകൊണ്ടൊന്ന് വായിച്ചുകൊണ്ട്. കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കം നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്നും തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം ഇതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്
ശക്തമായിട്ട് സാക്ഷീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാധ്യതയാണ് ഞാനിവിടെ സംസാരിച്ചത്. നമ്മൾ വെറും ഒരു പാസീവ് അഗ്രസീവായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറും ഒരു വിശ്വാസിയായിട്ട് പോയി പെർസിക്യൂഷൻ കാര്യമായിട്ടൊന്നുമില്ല. എന്നാൽ പീഡനം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമം ഉയരുന്നിടത്താണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ നാമം ഉയരുന്നിടത്തൊക്കെയും വിടുതലുണ്ടാകും. വിടുതലുണ്ടാകുമ്പോൾ ശത്രുവിനെ പിശാചിൻ്റെ ശക്തിയിൽ നിന്ന് ജീവിതങ്ങൾ വിടിപ്പിക്കപ്പെടുന്നത് പിശാചിന് അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവൻ ആരെയെങ്കിലും ഇളക്കി ജനത്തെ പീഡിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് രണ്ട് ഭാഗങ്ങളുടെ വായിച്ചുകൊണ്ട് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കാൻ. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ദ ചർച്ച് ദാറ്റ് വാസ് പെർസിക്യൂട്ടഡ് നൗ ഹാസ് കം ടു ഹാവ് പീസ്. ഉപദ്രവിക്കപ്പെട്ട പീഡനപ്പെട്ട സഭയിലെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ദൈവം ഉണ്ടാക്കി. പ്രൈസ് ലോർഡ്. ഇനി 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും വേറൊരാൾ 9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളും വായിച്ചു. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അത് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ച് ഇഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വേറൊരു വ്യക്തി പ്രൈസ് ദി ലോർഡ് ഇപ്പോൾ മുമ്പിലോട്ട് വരികയാണ്. സഭയുടെ പീഡനത്തിൽ ആ വ്യക്തിയുടെ പേരാണ് നമ്മളിവിടെ പറഞ്ഞത് ശൗല്. ശൗല് സൻഹെഡ്രിൻ കൗൺസിലിൻ്റെ ഒരു മെമ്പറായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ചെറുകാലത്ത് തന്നെ യഹൂദ മതത്തെക്കുറിച്ചുള്ള തീഷ്ണതയിൽ വളരെയധികം ശക്തിയോടെ യഹൂദ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും നിൽക്കുകയും ചെയ്ത വ്യക്തിയാണ് ശൗൽ. അതിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ നശിപ്പിക്കുക, അവരെ കൊലപ്പെടുത്തുക എന്നുള്ളത് പോലും ഒരു പ്രയാസമായിരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ താനാണ് കല്ലെറിവിൻ്റെ നേതൃത്വം കൊടുത്ത് അവരുടെ കല്ലെറിഞ്ഞവരുടെ വസ്ത്രങ്ങളൊക്കെയും സൂക്ഷിച്ചു വെച്ച് അതിന് നേതൃത്വം കൊടുത്ത് ശൗലിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തൻ്റെ കോപം അവസാനിച്ചില്ല. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് താൻ കൊലപ്പെട്ട് തന്നെ മാറ്റിയതിന് കൂടാതെ വീണ്ടും ഈ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. ഇപ്പം ഇതേവരെ ഈ നാമത്തെ പ്രസംഗിക്കുന്നവരായിരുന്നു. ഇപ്പോൾ ഈ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരായിട്ട് ആരെങ്കിലും എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും പിടിച്ച് നശിപ്പിക്കാൻ ശൗല് മുമ്പോട്ട് വന്നു. ഇനി അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെയുടെ വാക്യങ്ങൾ വായിക്കാം. അങ്ങനെ ആ ദൗത്യത്തിൽ ഏർപ്പെട്ട് യെരുശലേമിൽ നിന്ന് താൻ ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെയും ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് ബന്ധിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു ശൗലിനെ നമുക്കിവിടെ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ കാണാം. അവങ്ങളൊന്ന് വായിച്ചു. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്ചയിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് വരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കണമേ, സഭയുടെ പെർസിക്യൂഷൻ അത് ഒരിക്കലും നിന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആദ്യകാല നൂറ്റാണ്ടിലെ സഭയിലേക്ക് നോക്കിയാൽ ദിനം പ്രതി പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സഭയാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഏറ്റവും പീഡകനായിരുന്ന വ്യക്തിയാണ് ശൗല്. ആ ശൗലിനെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നേരിട്ട് ഡമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് താനുമായിട്ട് സംസാരിച്ച് നീ എന്നെ ഉപദ്രവിക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ വെച്ച് ആ മഹിമയുടെ ആ പ്രകാശത്തിൽ തനിക്കുള്ള ശക്തി മുഴുവനും അവിടെ വെച്ച് ഇല്ലാതായിത്തീരുകയും കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ സകല ജീവിതവും അന്ന് സമർപ്പിക്കുകയും ചെയ്ത് ഇതേവരെ സുവിശേഷത്തിനും സുവിശേഷർക്കും എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശൗല് പെട്ടെന്ന് കർത്താവായ യേശുവാണ് ക്രിസ്തു, ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്
എന്ന് സംസാരിക്കാൻ ഡെമസ്കോസ് മുതൽ യെരുസലേം മുതൽ വരെ താൻ പോയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പറയുന്ന ഈ യേശുവാണ് ക്രിസ്തു എന്ന ധൈര്യത്തോടെ സംസാരിച്ചു. ഇതേവരെ സഭയെ ഉപദ്രവിച്ചവൻ ഇപ്പോൾ ഉപദേശിയായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ സഭയിൽ ഒരു സമാധാനമുണ്ടായതാണ് 9-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്, സഭയിലെ സമാധാനമുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നമുക്ക് ഓരോരുത്തരുടെയും ഒരു എൻകറേജ്മെൻറ്റിന് വേണ്ടി ഞാനിത് പറയുകയാണ്. സഭയിൽ ഉണ്ടാകുന്ന പീഡനങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും എല്ലാം കർത്താവായ യേശു ക്രിസ്തു അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് താനെ അനുവദിക്കാതല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് യാതൊരു ലോകജാതി ഏത് ജാതി എതിർപ്പ് വന്നാലും ഏത് ജാതി ഉയർന്നാലും കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച തൻ്റെ സഭയെ ഒരൊറ്റ ശക്തിക്ക് പോലും നശിപ്പിക്കാൻ സാധിക്കത്തില്ല. ഒരു പരിധി വരെ കർത്താവ് അത് അനുവദിച്ചു കൊടുത്താലും അതിനുശേഷമായിട്ട് ഹീ ഈസ് ദ വൺ ഹു റെയിൻസ്, ഞാനാണ് ഈ രാജാവായിട്ട് വാഴുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. യാതൊരു വിധമായ കഴിവുമില്ലായിരുന്ന ആദ്യകാല സഭയെ താൻ തന്നെ വന്ന് അതിനെതിരായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളെ മാനസാന്തരപ്പെടുത്തി സുവിശേഷകനാക്കി മാറ്റി സഭയിൽ സമാധാനമുണ്ടാക്കുന്ന ഒരു യേശു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി സുവിശേഷത്തിന് വേണ്ടി കഷ്ടതയും പ്രയാസവും അനുഭവിച്ച് ഞെരുങ്ങി വേദനയോടെ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഭയത്തോടെ പ്രയാസത്തോടെ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു വിടുതൽ തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു സമാധാനത്തിൻ്റെ സമയം നിന്റെ ജീവിതത്തിൽ വരുമെന്ന് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് സംസാരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സമാധാനം, പ്രൈസ് ദി ലോർഡ്. സഭയ്ക്ക് സമാധാനം. രണ്ടാമതായിട്ട് സഭ ആത്മീയ വർധന പ്രാപിച്ചു. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മൂന്നാമതായിട്ട് ക്രിസ്തുവിനോടുകൂടി ജയോത്സവമായി ക്രിസ്തീയ മാർഗത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നടക്കുന്ന സഭ. അതാണ് 9-ാം അധ്യായത്തിൽ നമുക്ക് വീണ്ടും അത് ഒന്നുകൂടെ വായിക്കാം. പ്രൈസ് 9-ാം അധ്യായത്തിൻ്റെ 31-ാം വായിക്കുമ്പോൾ അവിടെ ആ വിഷയമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നത് Then the churches throughout all Judea, Galilee and Samaria had peace and were edified and walking in the fear of the Lord and in the comfort of the Holy Spirit. Praise the Lord. ഇവിടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. വാക്കിംഗ് ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ് ആൻഡ് ഇൻ ദ കംഫർട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവ ഭക്തിയുള്ളവരായിട്ട് ജീവിക്കുന്ന സഭ. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ നടക്കുന്ന സഭ. ക്രിസ്തീയ ജീവിതത്തെ ഒരു യാത്രയായിട്ട് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ആൻഡ് വാക്കിംഗ് ഇൻ ദ ഫിയർ. വാക്കിംഗ് മീൻസ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായിട്ട് ആ കർത്താവായ ദൈവഭക്തിയിൽ നടക്കുന്ന സഭ. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കംഫർട്ടിൽ നടക്കുന്ന സഭ. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മുടെ ക്രിസ്തീയ യാത്രയെക്കുറിച്ച് നമ്മുടെ സ്വഭാവമാണ് അതിൻ്റെ പ്രധാന വിഷയം. ദ വേർഡ് ഈസ് ഓഫൺ യൂസ്ഡ് ടു ഡിനോട്ട് ക്രിസ്ത്യൻ കണ്ടക്ട് ഇൻ ലൈഫ്. എങ്ങനെയാണ് നമ്മുടെ ജീവിത യാത്ര? അത് ദൈവത്തെ നമ്മൾ ഭയപ്പെടുമെന്ന് പറഞ്ഞാൽ ഭയമെന്ന് പറയുന്ന ഭയമല്ല, ഒരു റെസ്പെക്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ആദരിച്ച്, പ്രൈസ് ദി ലോർഡ്, തൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ് ദൈവഭക്തി. പ്രൈസ് ദി ലോർഡ്. ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ അവരുടെ കാണ്ടക്ട്, അവരുടെ ജീവിത രീതിയെക്കുറിച്ച് പറയുമ്പോൾ ചൂണ്ടിക്കാണിച്ച ഒരു വാസ്തവമാണ് അവർ ദൈവഭയത്തിൽ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിയും വീണ്ടും ഞാൻ പറയട്ടെ. ഇന്നത്തെ നമ്മുടെ പെന്തക്കോസ്ത് സഭകളിലെ വളരെയധികം ഇല്ലാത്ത ഒരു വിഷയമാണ് ഈ ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവകൽപ്പന നമ്മൾ പ്രമാണിച്ച് അതുപോലെ ജീവിക്കുക, അതുപോലെ നടക്കുക, അതാണ് ദൈവഭയം. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. വായിക്കാം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് they were
edified by walking in the comfort of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പരിപാലനത്തിലും മുമ്പോട്ട് പോകുന്ന ഒരു സഭ. ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസികളിൽ എത്ര പേരുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി ദിനം പ്രതി കാണുവാൻ നമുക്ക് സാധിക്കും? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനാൽ നടക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നാം മാറണം. അതാണ് ഇതിൻ്റെ മുഖവരയിൽ ലൂക്കോസ് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം എങ്ങനെ താൻ പരിശുദ്ധാത്മാവിൽ കൂടി അപ്പോസ്തലന്മാർക്ക് കൽപ്പനകൾ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. സെയിം തിങ് ഈസ് ആപ്ലിക്കബിൾ ടു us. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയും നമ്മളെ നടത്തുകയും ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്നിൻ്റെ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. കൊലോസി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം സുജ വായിച്ചാട്ടെ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വണ്ണം നടന്നും ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ എനിക്കറിയാം മലയാള വേദപുസ്തകത്തിൽ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇല്ല, എന്നാൽ ചിലപ്പോൾ നമ്മൾ നിർത്തി വായിക്കണം. ഇവിടെ കൊലോസി ലേഖനത്തിൽ പറയുമ്പോൾ ഫൈനലി ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വി ഏർജ് യു ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ് that the way you walk should be pleasing to God. ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ നമ്മൾ നടക്കണം. പിന്നീട് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും തെസ്സലോനിക്കർ 4:1 നമുക്ക് സമയമില്ലാത്തതിന് വായിക്കേണ്ട ഈ വിഷയം തന്നെ എടുത്ത് നമുക്ക് അവിടെ കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ നടപ്പ് എങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തീയ ജീവിതം ഒരു നടപ്പ്, ഒരു യാത്രയുടെ ജീവിതമാണ്. അതിൻ്റെ ഏറ്റവും അവസാനമായി ഇതിന് സമയം കിട്ടുമ്പോൾ വായിച്ചു, സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ആൻഡ് ഹി മീൻസ് ഈനോക്ക് ബിഗാഡ് മെത്തുശല. ഈനോക്ക് walked with God എന്നവിടെ നമുക്ക് കാണാം. ഈനോക്ക് walked with God. ഈ ഈനോക്ക് ഒരു കുടുംബ ഉള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിലും ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നെങ്കിലും ദൈവത്തോടുകൂടി നടന്ന ഒരു വ്യക്തിയാണ് ഈനോക്ക്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈനോക്ക് അത്രമാത്രം ദൈവത്തോട് നടന്നുകൊണ്ട് ദൈവം അവനെ എടുത്തു വന്ന് നമ്മൾ വായിക്കാൻ കാണും. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്തോടു കൂടി നടക്കുന്ന ഒരു ജീവിതമായിരിക്കണം. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു. എല്ലാ സന്ധ്യാസമയത്തും ദൈവം ഇറങ്ങി വന്ന് ആദാം ഹവ്വായും ദൈവത്തോടുകൂടി നടക്കുന്ന ഒരനുഭവം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും യേശുവിനോട് കൂടെയുള്ള ഒരു ജീവിതം, യേശുവിനോട് കൂടി നടക്കുന്ന ഒരു ജീവിതം, യേശുവിനെ മുൻപറ്റി പോകുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറണം. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ സഭ കർത്താവിനോടുകൂടെ നടന്ന ഒരു സഭ. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് വേറെ ഭാഗത്തേക്ക് വരാം. വാക്ക് ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. കർത്താവിനെക്കുറിച്ചുള്ള ഭയത്തെ, യഹോവ ഭക്തി. നമ്മുടെ ഇത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചു, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ യഹോവ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കർത്താവുമായുള്ള ബന്ധത്തിൽ അത് ശക്തിയോടെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിൽ നടന്നു. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പാരക്ലീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു അഡ്വക്കേറ്റ്, ഒരു ലോയർ
ഒരു വ്യക്തിയെ കൂടെ നടന്ന് തൻ്റെ ആ കൊടുക്കുന്ന കേസ് കൊടുക്കുന്ന കാര്യത്തിലോ എന്തിലാണെങ്കിലും തന്നെ സഹായിക്കുന്ന ആ ഒരു ഉപമയാണ് ഇവിടെ കാണുന്നത്. എങ്ങനെയാണ് താൻ ആ വ്യക്തിക്ക് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ആ വ്യക്തിയുടെ വിജയത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു, അതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു അഭിഭാഷകന്റെ ചുമതല, പ്രൈസ് ദി ലോർഡ്. അതുപോലെ എപ്പോഴും കർത്താവ് പറഞ്ഞ്, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഓൾവേസ് വിത്ത് us, walking with us. നമ്മളെ സൈഡിലായിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, നമ്മളെ സന്തോഷിപ്പിക്കുവാൻ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷയിലും കാവലിലും ആ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിനും പരിപാലനത്തിനുമാണ് ആദ്യ സഭ വളർന്നു വന്നതെന്ന് നമ്മൾ ഓർക്കണം. അതേ ഒരു അനുഭവം ഇന്ന് രാത്രി ഈ വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന സഭയുമായിട്ട് ഈ കാര്യങ്ങളൊന്ന് ചിന്തിച്ച് ഈ കാര്യങ്ങൾ നമ്മുടെ സഭയിൽ എങ്ങനെ നമ്മളിത് പ്രായോഗികമായി തീർക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. I will pray the Father that he will give you another helper, that he may abide with you forever. നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് അവൻ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹാലേ. അതുകൊണ്ട് അവനെ ദുഃഖിപ്പിക്കാതെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ഉള്ള ക്രിസ്തീയ ജീവിതത്തിൽ ദുഃഖിപ്പിക്കാതിരിക്കുന്നവരുടെ എല്ലാം അടികൾ താനുണ്ട്, അടുക്കെ താനുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഓർത്തു നോക്കണം, നമ്മുടെ സഭയിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് ഉണ്ട് എന്നുള്ള ആ ധൈര്യവും പരിശുദ്ധാത്മാവ് നമ്മോട് ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടതെന്നുള്ള ആ രീതി നമ്മൾ ക്രമീകരിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇനിയും ചുരുക്കം നിമിഷങ്ങൾക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിക്കും. അപ്പോൾ എന്താണ് വിഷയം? ഇന്നത്തെ വിഷയം എന്താണ്? പെർസിക്യൂഷനിൽ കൂടി കടന്നു പോകുന്ന സഭ സമാധാനത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. 1. 2, സഭ വളരെയധികം എഡിഫൈഡ് ആയിരുന്നു. എഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു വീടിൻ്റെ പണിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആ വാക്കുകൾ. എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പണിത് വരുന്നപ്പോൾ അത് കൂടുതൽ പണിത് അവസാനം വളരെ ഭംഗിയായി ശക്തിയോടെ നിൽക്കുന്ന ഒരു വീട്. അതുപോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങുമെങ്കിലും അത് പണിത് വൃത്തിയായി ഇരിക്കുന്ന ഒരു ഭവനം, an edifice. അതാണ് സഭയിലെ ഈ സഭയിൽ ആദ്യ സഭയിൽ നടന്നത്. മൂന്നാമതായിട്ട് ദൈവഭക്തിയിൽ നടന്ന ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിൽ പരിപാലനത്തിലും നടന്ന സഭ. ഇനിയും ഇതാ അടുത്ത വിഷയം, പെരുകിക്കൊണ്ടിരിക്കുന്ന സഭ. അതാണ് ഇവിടെ വായിച്ചത്. 31 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വാക്കിംഗ് ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ് ആൻഡ് ഇൻ ദ കംഫർട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദേ വർ മൾട്ടിപ്ലൈഡ്. ഹല്ലേലൂയ. മൾട്ടിപ്ലൈഡ്. സഭ പെരുകി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സഭകൾ പെരുകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ പിള്ളേർ കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ വരുന്ന, അല്ലെങ്കിൽ വേറൊരു സഭയിൽ നിന്ന് പിണങ്ങി വരികയോ അവിടുന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വരികയോ ചെയ്യുന്ന സഭയുടെ ഗ്രോത്താണ് ഇന്ന് പല സഭകളും അനേക സഭകളിലും കാണുന്നത്, ട്രാൻസ്ഫർ ഗ്രോത്ത്. എന്നാൽ അതല്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് മുമ്പോട്ട് വരുന്ന സഭയുടെ പ്രവർത്തനത്തെയും വളർച്ചയെയും കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. പെരുകിക്കൊണ്ടിരിക്കുന്ന സഭ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സമയമില്ലാത്ത വിഭാഗങ്ങളൊന്നും വായിക്കുന്നില്ല. പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ 120 വിശ്വാസികളുമായിട്ട് സഭ ആരംഭിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ 3000 വിശ്വാസികൾ സഭയിൽ ചേർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേ അധ്യായത്തിൻ്റെ 47-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നെ വളരെയധികം വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണിത്. ദിനം പ്രതി രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നമ്മുടെ സഭകളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, എത്ര നാൾ കൂടിയിരിക്കുമ്പോഴാണ്
ഒരാൾ രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് ചേരുന്നത്. ഇന്ന് നമ്മുടെ സഭകൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുവാൻ കർത്താവെ, ഞങ്ങളുടെ സഭയിലും ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ, ചേർക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെയും കർത്താവെ കൊണ്ടുവരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിനം പ്രതി രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദിനം പ്രതി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് നമ്മൾ വായിക്കുമ്പോൾ, പുസ്തകത്തിൽ വായിക്കുമ്പോൾ, അവരെ ദിവസം തോറും പള്ളികളിലും വീടുകളിലും എല്ലാം ഡെയിലി ദേ പ്രീച്ച് ദ ഗോസ്പൽ. നമ്മുടെ ജീവിതത്തിലും ഒരു പാസ്റ്റർ ആകണമെന്നൊന്നുമില്ല, എല്ലാവർക്കും സുവിശേഷം പറയാൻ സാധിക്കും. എല്ലാവരും എല്ലാ ദിവസവും സുവിശേഷം പറയാൻ വേണ്ടി കാംക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ ദിനം തോറും സഭയോട് ചേർക്കുന്ന അനുഭവത്തിലേക്ക് വരും. 4-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മൾട്ടിറ്റ്യൂഡ് ഓഫ് ബിലീവേഴ്സ്, 120,000 3,000 ആയത് ഇപ്പോൾ മൾട്ടിറ്റ്യൂഡ്, അനേകങ്ങളായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിനെ വിശ്വസിച്ച് ചേർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വലിയ അധികം ശക്തിയോടെ വളരുന്ന ഒരു സഭ, 120,000 സഭ, 3,000 സഭ, മൾട്ടിറ്റ്യൂഡായിട്ടിരിക്കുന്ന സഭ, സ്ത്രീകളും പുരുഷന്മാരും വന്ന സഭ, വിശ്വാസികളും ചേർന്ന് വന്ന സഭ, യെരുശലേമിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ എണ്ണം കൂടുന്നത് മാത്രമല്ല, അനേക പുരോഹിതന്മാരെ കൂടെ ചേരുവാനും ഒരു വലിയ കൂട്ടമായിട്ട് തീരുവാനും ഇടയായി തീർന്നു. 9-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്, സഭ പെരുകിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഈ വചനം ഇന്ന് രാത്രി നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിൽ ഒരാവേശം ഉണ്ടാകട്ടെ. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ. നമ്മുടെ സഭകൾ ഹല്ലേലൂയ വളരുവാൻ തക്കണം. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാന്. ഹല്ലേലൂയ, നമ്മുടെ സഭകൾ വളരണം. പ്രൈസ് ലോർഡ്. അത് വളർന്ന് ശക്തി പ്രാപിച്ച് ഒരു വലിയ കൂട്ടമായിട്ട് പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ദിവസങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന എല്ലാ സഭകളും ഈ ദിവസങ്ങൾ പെരുകുവാൻ തക്കവണ്ണം, അനേകായിരങ്ങളെ കർത്താവ് സഭയിലേക്ക് കൂട്ടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്ലാൻ അതാണ്. നമ്മൾ സ്നേഹത്തോടും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിലും ക്രിസ്തീയ കോണ്ടക്റ്റിൽ നടക്കുകയും ദൈവഭക്തിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്താൽ നമ്മുടെ സഭകളും ഈ ദിവസങ്ങൾ വർദ്ധിക്കും. അതാണ് കർത്താവിൻ്റെ ഉദ്ദേശമെന്ന് ഞാൻ കാണിച്ചുകൊണ്ട് നമുക്ക് ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. ആദാമിൻ്റെ ഹവ്വായുടെയും കാര്യം പറയുകയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളുമേലും ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവൻ കൽപ്പിച്ചു. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് രാത്രി എന്നെ കേൾക്കുമ്പോൾ ഓർക്കണം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മറ്റൊന്നിനുമല്ല. ദൈവം അവനെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അവനെ സൃഷ്ടിച്ചത്. അവനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന് നമ്മോട് താല്പര്യം എന്താണ്? നമ്മൾ പെരുകണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സന്താനപുഷ്ടിയുള്ളവരായിട്ട് പെരുകയാണ് പറയുന്നത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ സന്താനപുഷ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീയ സന്താനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പുതുജീവിതം പ്രാപിച്ച് സ്നാനപ്പെട്ട് മുമ്പോട്ട് വരുന്ന വ്യക്തികൾ, അതിൻ്റെ അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് സകലത്തിന്മേലും വാഴുവിൻ. യു ഹാവ് ഡൊമിനിയൻ. Praise the Lord. The Lord has called us for us to multiply and to spread and to occupy and to reign in this world. ആ ഡൊമിനിയൻ ഉണ്ടായി സകലത്തിന്മേലും അധികാരം ഉള്ളവരായിട്ട് ഈ ലോകത്തിൽ വാഴുവാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. പ്രൈസ് ദൈവം നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം പഠിക്കുമ്പോൾ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അതുതന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വർദ്ധിക്കണം. ഹല്ലേലൂയ. അനേകങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തെ വാഴുവാൻ ദൈവം നമ്മളെ ആക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പുസ്തകം നമുക്ക് വായിക്കാൻ സമയമില്ല. 2-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 45 വരെ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കൊള്ളുക വീട്ടിൽ പോകുമ്പോൾ. അവിടെ ഇത് സ്പഷ്ടമായിട്ട് ദൈവം ദാനിയേലിനോട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ദാനിയേലിനോട് പറയുമ്പോൾ ഹല്ലേലൂയ, ഈ നെബൂഖദ്നേസർ
താൻ കണ്ട ആ ബിംബത്തെക്കുറിച്ചുള്ള അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ 4 സാമ്രാജ്യങ്ങൾ ഇതാ ഉണ്ടാകാൻ പോകുന്നു. നീ നെബൂഖദ്നേസരെ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് ദൈവം നിന്നെ വെച്ചിരിക്കുകയാണ്. എന്നാൽ അതിനുശേഷം മീഡോ പേർഷ്യൻ രാജ്യം വരും, ഗ്രീക്ക് രാജ്യം വരും, അതിനുശേഷമായിട്ട് ഇതാ റോമ സാമ്രാജ്യം വരും. എന്നാൽ അതിൻ്റെ എല്ലാം അവസാനമായിട്ട് ഇതാ ഈ ലോക സാമ്രാജ്യങ്ങളെ എല്ലാം അടിച്ച് അതിനെ ഒരു ചാരം പോലെയാക്കി കളയുന്ന ഒരു കല്ല് ഇതാ വരുന്നു. ആ കല്ല് വന്നിടിച്ച് ഇതെല്ലാം മാറിയിട്ട് ആ ഇടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി ഭൂമിയിലൊക്കെ എന്ന് ദൈവാത്മാവിൽ നിറഞ്ഞ ദാനിയേല് ഈ നെബൂഖദ്നേസർ പറയുകയാണ്, ദൈവത്തിന് പോയത് ഈ കല്ലാണ് നസ്രയനായ യേശു ക്രിസ്തു, യുഗങ്ങളുടെ പാറയായിരിക്കുന്ന ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ വന്ന് ആ ബിംബത്തെ ഇടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ലോക സാമ്രാജ്യങ്ങൾ അവസാനിച്ചിട്ട് ഇതാ ആ കല്ല് നാം അതിൻ്റെ ഭാഗമായിരിക്കുന്ന കല്ല് അത് വളർന്ന് ഈ ലോകം മുഴുവനും അത് നിറയും. ദാറ്റ് ഈസ് ദ ഡൊമീനിയൻ God is expecting from us. ആ ഒരു വാഴ്ചയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കഷ്ടത്തിലെ നടുവിൽ, ഭീഷണിയുടെ മുമ്പിൽ, ഹല്ലേലൂയ, പീഡനത്തിന് മുമ്പിൽ തളർന്നു പോകാതെ നിന്നെ ധൈര്യപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് എന്നോടും നിന്നോടും കൂടെ ഉണ്ട്. നമ്മുടെ ദൗത്യം ഹല്ലേലൂയ ഈ ലോകത്തിൽ അനേകായിരങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് ഈ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്ന ഭൂമിയെ മുഴുവനും സുവിശേഷം കൊണ്ട് നിറയ്ക്കുവാൻ, ഭൂമിയെ മുഴുവനും ദൈവമക്കളെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ഈ ദൈവമായ കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ആകയാൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ തന്നിരിക്കുന്ന ഈ സന്തോഷത്തിൻ്റെ സമയം, സമാധാനത്തിൻ്റെ സമയം നമ്മളുടെ സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാതെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി, കർത്താവിൻ്റെ സഭയുടെ വർധനയ്ക്കിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ആത്മാക്കളെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുകയും ചെയ്യുവാൻ ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും കരങ്ങളെ ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കാം. Then the churches throughout all Judea, Galilee and Samaria had peace and were edified, means strengthened, walking in the fear of the Lord and in the comfort of the Holy Spirit. They were multiplied. അവർ പെരുകി. ഇന്ന് രാത്രി ആ പെരുകിൻ്റെ അനുഭവത്തിൽ ഒരു പ്രാവചനിക ശബ്ദമായിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സഭകൾ പെരുകട്ടെ, അത് ഈ ലോകം മുഴുവൻ നിറയട്ടെ, കർത്താവായ യേശുവിൻ്റെ നാമം ലോകം മുഴുവൻ കാണട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സുവിശേഷത്തിന്റെ പ്രാധാന്യം ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ നമ്മളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുവാൻ ഇന്നത്തെ ക്ലാസ് പ്രയോജനമായി തീർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ വളരെ ആത്മാർത്ഥതയോടെ എടുക്കുന്ന ഈ ക്ലാസ്സുകളൊക്കെ തനിക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ, തന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അവസാനമായി നമ്മുടെ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ വളരെ നാളുകൾക്ക് ശേഷം നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. പ്രൈസ് ദി ലോർഡ്. അൺമ്യൂട്ട് ചെയ്യണം പാസ്റ്ററെ. മ്യൂട്ടാ. കേൾക്കാമോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് സ്തുതിക്കുന്നു. ഞാൻ യാത്രയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു, മടങ്ങി വന്നു. കർത്താവിന്റെ സാന്നിധ്യം കൂടെയിരുന്നു. ഞാൻ ബൈബിൾ ക്ലാസ്സിനെ കുറിച്ചൊക്കെ തിരക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ കയറുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മളെ ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസൻ സാക്ക് വർഗീസിനോട് നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തട്ടെ. എനിക്ക് തോന്നുന്നു ക്രിസ്മസിന്റെ വെക്കേഷനൊക്കെ വരുന്നുണ്ട്. അത് ഉടനെ അറിയിക്കും. എന്ന് മുതൽ എന്ന് വരെ നമ്മൾ ഓഫാണെന്നുള്ളത് എല്ലാവരും ഉടനെ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ വേലയിൽ മുന്നേറാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രികാലം കടന്നു പോകാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളെ ഒന്നിച്ച് കൂട്ടിവരുത്തി ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ പല രാജ്യങ്ങളിൽ പലയിടങ്ങളിലായിരുന്നു ഒന്നിച്ച് കടന്നു പോകുന്ന ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവിന്റെ വചനം പഠിപ്പാൻ നീ സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നിന്റെ വചനം
ഞങ്ങളുടെ ജീവിതത്തിൽ അനേക വിടുതലും അത്ഭുതവും ഒക്കെ പരിണമിക്കുവാൻ കർത്താവ് ഇടയാക്കണം. കർത്താവിന് വചനം പഠിച്ച് അങ്ങേക്ക് വേണ്ടി ശക്തിയോടെ പ്രസവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ നീ സഹായിക്കണം. അതിന് പഠിപ്പിച്ച കർത്താവിന്റെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസന്റെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യവും തന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന് അത്ഭുതകരവും കൂടെ ഇരിക്കുവാനും പ്രാർത്ഥിക്കുന്നു. കടന്നു എല്ലാവരെയും ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കണം. ഭാരത്തോടോ പ്രയാസത്തോടോ വിഷമത്തോടോ ആയിരിക്കുന്ന തന്റെ മക്കളോട് നീ കരുണ കാണിക്കണം. കർത്താവിന്റെ ബലം, കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കരുതൽ ഞങ്ങളുടെ കൂടെയുള്ള ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. രാത്രികാലം കർത്താവിന്റെ വിശ്വസ്തയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ കോളേജിന്റെയും എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ലാലുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥനയായി സ്തുതിക്കുന്നു. വീണ്ടും കാണുമ്പോൾ കൃപ പരിപാലിക്കണം. പരമോത്ത് കൊടുക്കണമേ യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയായി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവപ്പെടുന്ന രാജാവിനെ നമുക്ക് സ്തുതിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും തുണായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന വിശുദ്ധാത്മാവിന്റെ സംസ്കൃത കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും നമ്മുടെ വേദനപ്പെടുത്തിയ കർത്താവിന്റെ ദാസനോട് കൂടെയും ഇന്നുമല്ല നീക്കം കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിനെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ദൈവം സഹായിച്ചാൽ നമ്മളൊക്കെ ഇയർ എൻഡിന്റെ ഒക്കെ ഈ ഉപവാസവും ബിസിയൊക്കെ ആകുന്നതുകൊണ്ട് അടുത്ത ആഴ്ച 2 weeks നമുക്ക് അവധിയായിരിക്കും. നമ്മുടെ ദൈവദാസന്മാരൊക്കെ ഇയർ നമുക്ക് ക്രിസ്മസ് ഒന്നും ഇല്ലെങ്കിലും ഈ വർഷാവസാനം ഉപവാസവും മറ്റു കാര്യങ്ങളും ന്യൂ ഇയറിന്റെ പരിപാടികളും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അടുത്ത 2 weeks അപ്പം ലീവായിരിക്കും എന്ന് പറഞ്ഞ് ആരും ബ്രേക്ക് ആകരുത്, വീണ്ടും ജോയിൻ ചെയ്യണം. അപ്പൊ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. God bless you.